إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ മറിയം 60-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു. ഇല്ലാ മൻ താബ, തൗബ ചെയ്യുന്നവനൊഴികെ. മുൻ ആയത്തിൽ പറഞ്ഞതുപോലെ നമസ്കാരം ഉപേക്ഷിക്കുന്ന, നമസ്കാരം പാഴാക്കുന്ന ദുർജനങ്ങൾ, അത്തരം ആൾക്കാർക്കുള്ള രക്ഷയാണ് ഈ ആയത്തിൽ പറയുന്നത്. ഇല്ലാമൻ താബ, തൗബ ചെയ്യുന്നവനൊഴികെ. തൗബ ചെയ്ത് പിന്നീട് കാര്യങ്ങൾ നന്നാക്കി നമസ്കാരത്തിലേക്ക് വീണ്ടും പ്രവേശിച്ചാൽ, വആമന, വിശ്വസിച്ചവനും, വഅമില സ്വാലിഹൻ, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചവനും, നമസ്കാരം, നോമ്പ്, ഹജ്ജ് പോലെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചവനും, ഫഉലൈക, അപ്പോൾ അക്കൂട്ടർ, യദ്ഖുലൂനൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. വലാ യുദ്ലമൂന ശൈഅ, ഒരു തരത്തിലുള്ള അക്രമം അവനോട് പ്രവർത്തിക്കപ്പെടുന്നതല്ല, അവൻ ആക്രമിക്കപ്പെടുന്നവനല്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ തൗബ ചെയ്തവൻ തെറ്റ് ചെയ്യാത്തവനെ പോലെയാണ്. അല്ലാഹു തആലക്ക് വേണ്ടി നസ്റുഹായി ആത്മാർത്ഥമായി തൗബ ചെയ്യുന്നവൻ അവൻ രക്ഷപ്പെടുക തന്നെ ചെയ്യും. എന്താണ് തൗബ? ആദ്യമായി ആ ചെയ്ത തെറ്റിൽ അങ്ങേയറ്റത്തെ ഖേദപ്രകടനമാണ് അവൻ നടത്തേണ്ടത്. ശേഷം അല്ലാഹുവിനോട് ഒരു വാഗ്ദാനം നടത്തണം, ഞാൻ ഇനി ഒരിക്കലും അത്തരം തെറ്റിലേക്ക് മടങ്ങി ചെല്ലുകയില്ല എന്നുള്ള വാഗ്ദാനം നടത്തണം. ശേഷം അതിൽ നിന്നും പരിപൂർണമായി വിട്ടുനിൽക്കണം. എന്തെങ്കിലും കടപാടുകളോ മറ്റെന്തെങ്കിലും സാമ്പത്തിക അതിക്രമങ്ങളോ ഉണ്ടെങ്കിൽ ആ പണം കൊടുത്തു വിട്ടണം. അങ്ങനെയൊക്കെ ആത്മാർത്ഥമായി അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്ന ഒരുവൻ ശിർക്കിൽ നിന്നും കുഫറിൽ നിന്നുമാണെങ്കിൽ ഇനി ഒരിക്കലും അതിലേക്ക് ഞാൻ മടങ്ങില്ല, നരകത്തിലേക്ക് വലിച്ചെറിയുന്നത് പോലെ അതിനെ ഞാൻ ഭയപ്പെടുന്നു എന്ന് അവന്റെ മനസ്സിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അങ്ങേറ്റത്തെ ഖേദപ്രകടനത്തോടുകൂടി ആത്മാർത്ഥമായി നസ്റുഹായി അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നവന് അല്ലാഹു എക്കാലത്തും രക്ഷ നൽകും എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഹജ്ജിന്റെ ഒന്നാമത്തെ ഒരു കർമ്മമായി നബവി ഇമാമിനെ പോലത്തെ ആൾക്കാർ അദ്ദേഹത്തിന്റെ ഈളായിലൊക്കെ വിശദീകരിച്ച് കാണാം. ആദ്യത്തെ കർമ്മം നാം ഹജ്ജുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടത്, നാട്ടിൽ വെച്ച് ചെയ്യേണ്ടത് തൗബയാണ്. തൗബ ചെയ്തുകൊണ്ട് പരിപൂർണമായി ശുദ്ധിയായിക്കൊണ്ടാണ് നാം ഹറമിലേക്ക് പ്രവേശിക്കേണ്ടത് എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഇത്രയുമാണ് ഈ ആയത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കാനുള്ളത്. സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങൾ നമ്മെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ